ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. ചില വാഗ്ദത്തങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചു. ഇന്ന് വാഗ്ദത്തങ്ങളുടെ ഒടുവിൽ ഏറ്റവും ഒടുവിലായിട്ട് കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1, 2, 3 എന്നീ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്വർഗീയ ഭവനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആത്മശരീരത്തിൻ്റെ കവറിങ്ങായ തേജസ്സിനെ കുറിച്ച് ഒരു കൂടാരം എന്ന നിലയിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം ആത്മാക്കളാകുന്ന നമ്മുടെ ആത്മാക്കൾ രൂപാന്തരം പ്രാപിച്ച ശരീരത്തോടുൾപ്പെടെ ഒരുമിച്ച് ചേർന്ന് എല്ലാ വിശുദ്ധന്മാരുമായി യേശുവിനോടൊപ്പം സ്വർഗീയ നിത്യതയിൽ താമസിക്കുന്ന വാസസ്ഥലത്തേക്ക് പോകുന്ന കാര്യമാണ്. ആ വാസസ്ഥലം നമ്മുടെ ഒരു വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു വാസസ്ഥലം എന്ന നിലയിൽ നമുക്ക് വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗീയ വാസസ്ഥലത്തെക്കുറിച്ച് യേശു കർത്താവ് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ പ്രാരംഭ സെഷനിലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. ഹൃദയം കലക്കുവാൻ ഒത്തിരി വിഷയങ്ങൾ പുറകെ വരുന്നുണ്ട്. ഇത് വെളിപ്പാടിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. ഹൃദയം കലക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾ, സ്തോത്രം, അതെ, കള്ള പ്രവാചകന്മാരും കള്ള സഹോദരന്മാരും ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റിട്ടുണ്ട്. യേശു കർത്താവിനും അത് വിരോധമായിരുന്നതാണ്. പക്ഷേ കർത്താവ് അതിലാടിപ്പോകാതിരുന്ന കാര്യം, അവൻ നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ വരുന്നു, പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നു. സ്തോത്രം. യേശു കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് കർത്താവിനെ അങ്ങനെ ഒറ്റിക്കൊടുത്ത് എല്ലാവരും കൂടി കളിപ്പിച്ച് ഒടുവിൽ അവനെ ക്രൂശിച്ചു കൊന്നു, ബലമില്ലാത്ത ഒരുത്തൻ എന്ന നിലയിലാണ് ചില ചിന്തിക്കുന്നത്. സ്തോത്രം. ചില വ്യക്തികൾ ചിന്തിക്കുന്നത്, ചില പ്രത്യേക സമുദായസ്ഥർ ചിന്തിക്കുന്നത്, അതെ, യേശു കർത്താവ് മരത്തിൽ തൂങ്ങി ചത്തു എന്ന്, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന ആ പദപ്രയോഗം ഫ്രൈസിങ് കൊണ്ട് എടുത്തിട്ട് പറയുന്നത് മരത്തിൽ തൂങ്ങുന്നവനും ശപിക്കപ്പെട്ടവൻ, അതുകൊണ്ട് യേശു കർത്താവ് ശപിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ കൊടുക്കുകയും അതിനെ എടുക്കുകയും ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നവന് കൊടുക്കാൻ കഴിയത്തില്ല, എടുക്കാനും കഴിയത്തില്ല. അത് നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. യേശു കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. തനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. താൻ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർഗീയ വാസസ്ഥലത്തേക്ക് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയായിരുന്നു യേശു കർത്താവിന് താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ വാസസ്ഥലത്ത് നാം എവിടെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ വാസസ്ഥലം എവിടെയായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. യേശു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്ന അതേ ഇടത്ത് തന്നെ നിങ്ങളെയും കൊണ്ടിരുത്താൻ പോകുന്നു. അതുകൊണ്ട് എന്റെ അടുക്കലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. സ്വർഗത്തിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം? ആമേൻ. ജയിച്ച ജയാളികളായ ദൈവമക്കളുടെ സ്ഥാനം എന്ന് പറയുന്നത് വല്ലവിധേനെ സ്വർഗത്തിൽ പോകുന്ന പരിപാടിയല്ല, എവിടെയെങ്കിലും ഒരു മൂലക്കിരിക്കുന്ന സ്ഥാനവുമല്ല.
മണവാട്ടിയുടെ സ്ഥാനം എന്ന് പറയുന്ന മണവാളനോട് കൂടെയുള്ള സ്ഥാനമാണ്, കർത്താവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 1:23 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു. പൗലോസ് പറയുന്ന കാര്യമാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. ഇവിടുന്ന് ആബ്സെന്റ് ആണെങ്കിലും അവിടെ പ്രസന്റ് ആയി യേശുവിന്റെ കൂടെ ആയിരിക്കുന്നു, വിത്ത് ക്രൈസ്റ്റ്. സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥ കർത്താവ് നമുക്ക് തരികയാണ്. 1 തെസ്സലോനിക്കർ 4:17 വാക്യം 16 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നേക്ക് പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരെ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ ഭാഗം ഒരു ചെറിയ ഒരു പൂരിപ്പിക്കൽ കൂടിയുണ്ട്. എന്താണത്? ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇനിയും ഡിപ്പാർച്ചർ ഇല്ല, ഇനിയും സെപ്പറേഷൻ ഇല്ല, ഇനിയും സ്തോത്രം പാർട്ടിങ് ഇല്ല, ഇനിയും ചേർന്നിരിക്കുകയാണ്. അതിന്റെ സ്തോത്രം കർത്താവ് നൽകിയ ഏറ്റവും നല്ല ഒരു മാനുഷിക വചനം, ഒരു വാക്കാണ് മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത്. യൂണിയൻ, കർത്താവുമായി ചേർന്ന് എന്നും എന്നുമായിരിക്കുന്ന ഒരവസ്ഥ. ഇതിനു വേണ്ടിയായിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം കൂടി ഒന്നായി ചേർക്കുന്നതിന് വേണ്ടിയുള്ള സമ്പ്രദായം, അങ്ങനെയുള്ള സിസ്റ്റം ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. വീണ്ടും ഒന്നായി ചേർക്കുക. എഫെസ്യരിൽ നമ്മൾ കാണുവാൻ കഴിയുന്ന കാഴ്ച അതാണ്. വീണ്ടും ഒന്നായി ചേർക്കുക എന്നൊരു പദ്ധതി. നേരത്തെ ഒന്നായിരുന്നു, പക്ഷേ പാപനിമിത്തം രണ്ടായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തനിമിത്തം വീണ്ടും അതിനെ ഒന്നാക്കുന്നു. ഇടയ്ക്ക് മനഃപൂർവ്വമായി പാപം ചെയ്യുന്നതിനെ, മത്സരിക്കുന്നതിനെ ഒന്ന് ഇടഞ്ഞു മാറ്റിയ ശേഷം കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനെ ചേർത്ത് വെച്ച് സ്വർഗവും ഭൂമിയും ഒന്നായി ചേരുന്നൊരവസ്ഥ. ഇനി അവർ രണ്ടല്ല, ഒന്നാണ്. സ്തോത്രം. ഇതിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടിയാണ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തെ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നൊരു ഒരു മനോഹരമായ വാക്യമുണ്ട്. 11 അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം. എബ്രായ ലേഖനം 11 അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം, ലാസ്റ്റ് വേഴ്സ്. പഴയ നിയമത്തിലെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു എങ്കിലും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ഏറ്റവും നല്ലതൊന്ന്. ആമേൻ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. ഇത്രയും ഭാഗ്യമുള്ള ഒരു കൂട്ടം ജനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതിന് ശേഷം ഉണ്ടാകുകയുമില്ല. സ്തോത്രം. ദൈവസഭ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലുള്ള ജനത്തെക്കാൾ ഭാഗ്യമേറിയവർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതിന് ശേഷം ഉണ്ടാകുകയുമില്ല. സ്തോത്രം. നാം അങ്ങ് ചെന്നെങ്കിൽ മാത്രമേ ഈ പുറകെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന് മുമ്പേ പോയിരിക്കുന്ന ആളുകൾ, നമ്മുടെ മുമ്പേ പോയിരിക്കുന്ന ഭക്തന്മാർക്ക്, സ്തോത്രം, അവർക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യം അവരുടെ കാര്യത്തിന്മേൽ ദൈവം തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ മണവാട്ടിയുടെ കാര്യം തീർപ്പ് കൽപ്പിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. ആമേൻ. മണവാട്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത വിഷയത്തേക്ക് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പദവി എന്തും മാത്രം വലുതാണെന്ന് ചിന്തിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാൻ, സ്തോത്രം, നമ്മുടെ മുമ്പിലുള്ള വാഗ്ദത്തത്തിന്റെ പൂർണ്ണത പ്രാപിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. ഇനി കർത്താവിനോട് കൂടി എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 തിമോഥെയോസ് 2 അധ്യായം 11 വാക്യം. 2 തിമോഥെയോസ് 2 അധ്യായം 11 വാക്യം. കൂടെ ജീവിക്കും. അടുത്തത് കാര്യം, പ്രൈസ് ദി ലോർഡ്, സഹിക്കുന്നു എങ്കിൽ. അപ്പോൾ ഈ ലോകത്തിൽ ഈ നാളുകളിൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളെ കുറിച്ച് ഒരു ദൂത് പറയുകയാണ്, ദൈവസഭയോട് ദൂത് പറയുകയാണ്. എന്ത്? നീ സഹിക്കുന്നു, നീ കഷ്ടം സഹിക്കുന്നു, നീ കടന്നു പോകുന്ന വേദനകൾ കർത്താവ് അറിയുന്നു. പക്ഷേ കർത്താവിന്റെ കാര്യം കൂടെ ചേർത്ത് പറയാനുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? യേശു കർത്താവിന് ആദ്യം കഷ്ടതയും പിന്നെ ബഹുമാനവുമായിരുന്നു. ഇതുപോലെ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച പ്രിയപ്പെട്ടവർക്ക് ആദ്യം പ്രയാസവും പിന്നീട് മാന്യതയുമാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഹിക്കുന്നെങ്കിൽ ആ ഇക്വേഷന്റെ ബാക്കി ഭാഗമാണ് കൂടെ വാഴും.
Praise the Lord. Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. ചില മാത്തമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് പ്ലസ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് മൈനസും കൂടിയുണ്ട്. ഒരു ഭാഗത്ത് മൈനസ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് പ്ലസും കൂടെ വന്നെങ്കിൽ മാത്രമേ അതിന് നോർമൽ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ സ്തോത്രം ചില ഭാഗങ്ങളിൽ അത് ഇടിവുകൾ അനുഭവിച്ചിരിക്കുന്ന ദൈവമൈതലേ, നിനക്ക് ചില പ്ലസും കൂടെ ചേർത്തെഴുതാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. ഇടിഞ്ഞു, തകർന്നു, നിരാശപ്പെട്ടു, ഒന്നുമില്ലാതെ ഇരിക്കുന്നു. ഒരു മൈനസ് ആണെങ്കിൽ ചില പ്ലസും കൂടെ ചേർത്തെഴുതിയെങ്കിലേ അത് നോർമൽ ആകത്തുള്ളൂ, ഈക്വൽ ആകത്തുള്ളൂ. ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. സ്വർഗത്തിൽ നമ്മുടെ പരിപാടി എന്താണ്? അവനോട് കൂടെ വാഴും. സ്തോത്രം. നമ്മുടെ കർത്താവ് രാജാതിരാജാവാണെന്ന് നാം വായിക്കുന്നു, നാം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അവനോട് കൂടെ ഇരിക്കുന്ന രാജ്ഞിയും വാഴുന്നവളാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം സഭയോട് പറഞ്ഞ ദൂതിൽ ആമേൻ സ്തോത്രം. അതേ സഭകളെ കൂടെ പറഞ്ഞിരിക്കുന്ന 2-3 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്ന ദൂതുകളാണല്ലോ. അതിൽ നാം കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് ഇരുമ്പ് കോൽ കൊണ്ട് ജാതികളെ മേയ്ക്കുന്ന ഒരു ശുശ്രൂഷ. അതേ സ്തോത്രം. ജയിക്കുന്ന ജയാളികൾക്ക് ദൈവം കൊടുക്കുകയാണ്. സ്തോത്രം. ജയിക്കുന്ന ജയാളികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അവനോടുകൂടെ വാഴുക, അതിനുവേണ്ടി സഹിക്കുക. സ്തോത്രം. അടുത്തത് എബ്രായ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഈ വാഗ്ദത്തത്തെ കുറിച്ച് പൗലോസിന്റെ അല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവിന്റെ വെളിപ്പാട് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം അവന്റെ സ്വസ്ഥത, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം എന്നതിന് പേരുണ്ട്. അതും ഇത് തന്നെയാണ്. ആ വാഗ്ദത്തം എന്താണ്? ഇതേ വാഗ്ദത്തമാണ്. അവന്റെ സ്വസ്ഥതയിൽ, നിത്യതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ ഈ യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളും അതേ സ്വസ്ഥതകളുമുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിനെ കുറിച്ച് ആഴത്തിൽ കയറുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ദൈവം പ്രവൃത്തി തികച്ച ശേഷം 6-ാം ദിവസം എല്ലാം പ്രവൃത്തി തികച്ച ശേഷം 7-ാം ദിവസം അവൻ സ്വസ്ഥനായിരുന്നു. പ്രവൃത്തി തീർന്നു. അതുകൊണ്ട് 7-ാം ദിവസത്തെ അവൻ അനുഗ്രഹിച്ചു. പക്ഷേ ആ സ്വസ്ഥത അധികം നാൾ നീണ്ടു നിന്നില്ല. ഏതിനെ കണ്ടാണോ ദൈവം അനുഗ്രഹിച്ചത്, സന്തോഷിച്ചത്, അത് തന്നെ അവന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ ആദം ഹവ്വ പാപം ചെയ്തതിനാൽ സംഭവിച്ച കാര്യം എന്നറിയാമോ? അവരുടെ സ്വസ്ഥത, ദൈവത്തിന്റെ സ്വസ്ഥത കെട്ടു. മനുഷ്യ നീ എവിടെയാണ്? ആദമേ നീ എവിടെയാ? കർത്താവ് അന്വേഷിച്ച് തിരക്കി നടക്കുക. ഇപ്പം ക്രൂശിൽ അവൻ അന്വേഷിക്കുകയായിരുന്നു. സ്തോത്രം. പലസ്തീനിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അന്വേഷിക്കുകയായിരുന്നു. ഈ നൂറ്റാണ്ടുകളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക, അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പൂർണ്ണസംഖ്യ തികഞ്ഞിട്ടില്ല. സ്തോത്രം. ജാതികൾ എന്നുള്ള പൂർണ്ണസംഖ്യയും കൂടെ തികയാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്, അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ഇടയനെ പോലെ ഞാൻ നല്ല ഇടയനാകുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ആ പൂർണ്ണസംഖ്യയെ അവൻ തികയോളം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് എബ്രായ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലുണ്ട് ആ വിഷയം. യോശുവയുടെ പുസ്തകം 14-15 ആ വിഷയം വായിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി യോശുവയെ ദൈവം യുദ്ധം ചെയ്യുവാൻ രംഗത്ത് കൊണ്ടുവന്നു. കനാൻ ദേശം യുദ്ധം ചെയ്തവർ പിടിച്ചെടുത്തു. ഇങ്ങനെയാ വായിക്കുന്നത്. ആ ട്രൈബ്സിനെ എല്ലാം കീഴടക്കിയിട്ട് ഒരു സെന്റൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഈ വിഷയം എടുത്തുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 4:8 പറഞ്ഞിരിക്കുന്നു, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അങ്ങനെ സ്വസ്ഥത പൂർണ്ണമായി കിട്ടിയതായിരുന്നു എങ്കിൽ ഇനി ഒരു സ്വസ്ഥത നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് കർത്താവ് പറയത്തില്ലായിരുന്നു. സ്തോത്രം. അന്ന് അത് വായിച്ചുകൊണ്ടിരുന്ന, എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ വിചാരിച്ചു ഇത് തന്നെ സ്വസ്ഥത, തൽക്കാലം യുദ്ധം തീർന്നല്ലോ. എന്നാൽ അത് ശരിയായ സ്വസ്ഥത അല്ലായിരുന്നു, അല്പകാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 16:31 എന്താണ് വായിക്കുന്നത്? ലേവ്യ പുസ്തകം 16:31 അവിടെ വായിക്കുന്നു, ഇസ്രായേലിനോട് ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ക്രമീകരണത്തിനകത്ത് ഒരു പ്രത്യേക ദിവസം ഉണ്ടായിരിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത ശബത്ത് എന്ന നിലയിൽ അതിനെ ക്രമീകരിച്ച് മാറ്റിവെക്കണം.
6 മണിക്ക്, രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെ സ്വസ്ഥതയായിരിക്കണം. ആമേൻ. സ്തോത്രം. വേല ചെയ്യാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പാടില്ല. അന്ന് ആത്മതപനം, വചനം പറയുന്നത് അങ്ങനെ, ആത്മതപനം ചെയ്തുകൊണ്ടിരിക്കണം. സ്തോത്രം. ആരെങ്കിലും ആത്മതപനം ചെയ്തില്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും കൂടെ നിയമമുണ്ട്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ആത്മാവില്ലാത്ത കാലത്ത് ആത്മതപനം ചെയ്യണമെന്ന്, ദൈവത്തെക്കുറിച്ച് വലിയ വിവരമില്ലാത്ത കാലത്ത് ദൈവിക വിഷയങ്ങളെ കുറിച്ച് ഓർത്ത് ചൂടുപിടിക്കണമെന്ന്. സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവം ഒരു ദിവസം നിയമിച്ചു. 6 ദിവസം ഈ ഭൂമിക്ക് വേണ്ടിയും മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടിയൊക്കെ അത് യുദ്ധം ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പക്ഷെ 7ാമത്തെ ദിവസം ആത്മാവിന്റെ തപന ദിവസമാണ്. അങ്ങനെ ഒരു ദിവസം അവർക്ക് വേണ്ടി ക്രമീകരിച്ചു. പക്ഷെ അതും ശരിയായില്ല. കാരണം പല വിഷയങ്ങൾ കൊണ്ട് ആ ശബത്ത് നിന്നുപോയി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ തന്നെ ചിന്താഗതി അനുസരിച്ച് ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്യുന്നത് അതേ ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് കർത്താവ് ചിന്തിച്ചു, ഇനി ആ ശബത്തിനെ ഞാൻ നിർത്തൽ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ ശുശ്രൂഷയോടുകൂടി ആ ശബത്തിനെ കർത്താവ് നീക്കം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞില്ല. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 28:11. അവിടെ നാം കാണുന്നത് എന്താണ്? സ്തോത്രം. ഇസ്രായേലിനോട് കൂടെ, അതെ, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേലിനോട് സംസാരിക്കുന്നുവെങ്കിലും സകല ലോക മനുഷ്യരോട് സംസാരിക്കുന്ന ദൂതാണത്. ആമേൻ. അവർ പറയുന്നു, ഇവിടെ അല്പം അവിടെ അല്പം. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. പ്രൈസ് ദി ലോർഡ്. മതി മതി. എങ്ങനെയാണ് സ്വസ്ഥത പ്രാപിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ, അന്യഭാഷയാൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സ്വസ്ഥത വ്യാപരിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവം അന്യഭാഷ തിരഞ്ഞെടുക്കാൻ കാര്യമെന്ന് അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളൂടെ ചേർത്ത് വരുമ്പോഴാണ് കാര്യം പിടി കിട്ടുന്നത്. ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. സ്തോത്രം. അതിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, പുരോഹിതനും പ്രവാചകനും 2 കൂട്ടം ആൾക്കാരാ ദൈവത്തിന്റെ ദൂത് പറയാൻ നിൽക്കുന്നവര്. അവരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ ജനം ദൂത് കേൾക്കാൻ ചെല്ലുന്നുടനെ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വീഞ്ഞു കുടിച്ച് മത്തരായി വഴിവെക്കിൽ കിടക്കുന്നു. പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ ദൂതില്ലാതെ വരത്തില്ല എന്ന് വചനം തന്നെയുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഇസ്രായേൽ ഓടുക. പരവേശം പിടിച്ചൊരു പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അദ്ദേഹത്തിന് വെളിവില്ലാതെ കിടക്കുക. എന്നാൽ പുരോഹിതന്റെ കയ്യിൽ എന്തുണ്ട്? ഊറീമും തുമ്മീമും ഉണ്ട്, വെളിപ്പാടും സത്യവും ഉണ്ട്. 2 ഡൈസാണത്. അതിട്ടിട്ട് എങ്കിലും എന്നോടൊരു ദൂത് പറയാൻ അവന് കഴിയുമെന്ന് ചിന്തിച്ച് അവിടെ ചെല്ലുമ്പോൾ ഡൈസ് പോയെന്ന് മാത്രമല്ല, ഒരു വിവരവുമില്ലാതെ അദ്ദേഹം കിടക്കുക വീഞ്ഞു കുടിച്ച്. എന്നിട്ട് വായിൽ വരുന്ന എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്, സ്തോത്രം, കുഴഞ്ഞു കുഴഞ്ഞു പറയുന്ന വാക്കുകളും വിക്കി വിക്കി പറയുന്ന അധരങ്ങളും അവർ കേട്ടു. വീഞ്ഞു കുടിച്ചതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ സ്തോത്രം ലോകത്തിനൊരടയാളമായി അതിരിക്കട്ടെ. വീഞ്ഞു കുടിക്കാതെ, വീഞ്ഞു കുടിച്ചവരുടെ എഫക്റ്റ് വരുന്നൊരവസ്ഥ, വീഞ്ഞു കുടിക്കാതെ പുതിയ ഭാഷയിൽ സംസാരിക്കുന്ന ഒരവസ്ഥ, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അടയാളത്തോടു കൂടി, ആത്മാവിന്റെ ബലത്തോടു കൂടി അവിടെ സ്തോത്രം വീഞ്ഞ് തരാൻ കഴിയാത്തൊരു സ്വസ്ഥത അവന്റെ ഹൃദയത്തിന് മേൽ വ്യാപരിക്കട്ടെ ദൈവം തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാവിൽ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സന്തോഷിക്കുക. അന്യഭാഷയിൽ സംസാരിക്കാൻ ദൈവം കൃപ തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് നിങ്ങളുടെ ഭാരം ഇറക്കി വെക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. സ്വസ്ഥത ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ആ ക്രമീകരണം പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഈ യുഗം കഴിയുന്നതോടുകൂടി അത് തീരും. സ്വർഗത്തിൽ ചെന്നാലും അന്യഭാഷ പറയാനൊക്കത്തില്ല. ഈ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ക്രമീകരണമാണ്. തന്നെയുമല്ല, എപ്പോഴും അന്യഭാഷ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ നടക്കുന്നത്. എപ്പോഴും അതുപോലുള്ള ആ ട്യൂണിങ്ങിൽ ഇരിക്കണം നിർബന്ധമില്ല. അല്ലാത്തപ്പോഴൊക്കെ ഭാരം പ്രയാസം ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് കർത്താവ് വീണ്ടും ഒരു ക്രമീകരണം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3 തുടങ്ങിയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള വാക്യം.
സ്തോത്രം. മനുഷ്യരോടുകൂടെ, മനുഷ്യരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്ന് ദൈവം പറഞ്ഞു. മനുഷ്യർ സ്തോത്രം പാപികളാണെന്ന് കർത്താവ് പറഞ്ഞു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന് പറഞ്ഞു. ദൈവം മനുഷ്യരുടെ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഒരു തീരുമാനം സ്വർഗം പ്രഖ്യാപനം ചെയ്തു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, നിത്യമായ കൂടാരം. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്വസ്ഥതയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാ വായിക്കുന്ന അവിടെ? കൂടെ വസിക്കും, ജനമായിരിക്കും. അടുത്തത് കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സ്വസ്ഥതയുടെ ഒന്നാമത്തെ ലക്ഷണമാ. കരയുന്ന ദൈവപൈതലിന്റെ കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരെല്ലാം കണ്ണിൽ നിന്ന് തുടച്ചു കളയും. അടുത്തത്, ഏറ്റവും കൂടുതൽ മനുഷ്യൻ പേടിക്കുന്നത് മരണമാണെങ്കിൽ മരണത്തെ തന്നെ ഉന്തിക്കളഞ്ഞു കഴിഞ്ഞു, തുടച്ചു കളഞ്ഞു. സ്തോത്രം. മരണം ഇനി ഉണ്ടാകുകയില്ല. ആമേൻ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരെന്താ? ഒറ്റ വാക്കിൽ പറഞ്ഞ സ്വസ്ഥത. അങ്ങനെ ഒരു നിത്യതയുടെ സ്വസ്ഥതയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതൊരു വാഗ്ദത്തമാണ്. മരണത്തിന് പിടിക്കാൻ കഴിയാത്ത, അവൻ പാതാളത്തിന് തൊടാൻ കഴിയാത്ത, പൈശാചികത്വങ്ങൾക്ക് നോക്കാൻ കഴിയാത്ത, സ്തോത്രം സ്തോത്രം ദുഃഖങ്ങൾ അലയടിക്കാത്ത, സന്തോഷത്തിന്റെ വേവ്സ് അടിക്കുന്ന ഒരു വലിയ നിത്യതയുടെ സന്തോഷം ദൈവം നമ്മുടെ മുമ്പിൽ ക്രമീകരിച്ചിരിക്കുന്നു. ആ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. താങ്ക് യു ലോർഡ്. ഈ ബന്ധമാണ്, ഈ ബലമാണ് നമ്മെ മുന്നോട്ട് കുതിപ്പിക്കുന്നത്. ഭൂമിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മെ ബലപ്പെടുന്ന വിഷയം, നമ്മുടെ പ്രത്യാശ തരുന്ന വിഷയം എന്താണെന്നറിയാമോ? എൻ്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വലിയ സ്വസ്ഥതയാണ്. താങ്ക് യു ലോർഡ്. ഇത് സ്വർഗീയ വാസത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ നഗരത്തെക്കുറിച്ച് വെളിപ്പാട് കണ്ട ചില വ്യക്തികൾ പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 11:10 ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അബ്രഹാം അവന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ ഭൗതിക കണ്ണുകൾക്ക് കാഴ്ചകൾ കുറഞ്ഞു വരുമ്പോഴും അവന്റെ കണ്ണുകൾ തെളിഞ്ഞു ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഞങ്ങളുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന, അവൻ തന്നെ ശില്പിയായി നിയമിച്ചിരിക്കുന്ന, നിർമ്മിക്കുന്ന അടിസ്ഥാനങ്ങളുള്ളതുമായ സ്വർഗീയ പട്ടണം. അതിനുവേണ്ടിയാണ് അവർ നിന്നത്. സ്തോത്രം. എബ്രായ ലേഖനം 12-28 വാക്യത്തിൽ ആ പട്ടണത്തിന് വേറൊരു പേരുണ്ട്. ഇളകാത്ത രാജ്യം എന്നതിന് പേരുണ്ട്. അതിന്റെ അർത്ഥം വിവിധ നിലകളിൽ ഇളകുന്ന രാജ്യങ്ങളാണ് ഇന്ന് ഭൂമിയിൽ കണ്ടിട്ടുള്ളത്. ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ വന്നു, അദ്ദേഹത്തിനെ കൊല ചെയ്തു. മറ്റൊരു രാജാവ് കയറി ആകെ ഇളകി, മന്ത്രിസഭ മുഴുവൻ അടിച്ചുവിട്ടു, പിരിച്ചുവിട്ടു, കുറെ ഇടത്തിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ട് ചെയ്ത് മുന്നോട്ട് കയറി വരിക. സ്തോത്രം. 5 വർഷം തികയുമെന്ന് അറിയത്തില്ല. ആടി തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. സാമ്രാജ്യങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുക. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇളകാത്ത ഒരു സാമ്രാജ്യം നമുക്കുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടുന്ന് ക്രിസ്തുവേശു നമുക്ക് വേണ്ടി വരുമെന്ന് നാം ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ നഗരമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഒരു നഗരത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഒരു വലിയ നഗരം. ഇനി മാനവ ചരിത്രത്തിന് മുമ്പിൽ തെളിഞ്ഞു വരാൻ പോകുന്ന ഒരു ശക്തമായ നഗരമാണ് അത്. സ്തോത്രം. ഒരു ഹൈപ്പർ മാർക്കറ്റ് കൂടിയായിരിക്കും ആ നഗരം എന്ന് പറയുന്നത്. അവിടെ തിരുവചനം പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, ആകാശത്തിന് കീഴിലുള്ള സകല വസ്തുവകളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് പറഞ്ഞ രക്തവും കിട്ടും, പ്രാണൻ വരെ കിട്ടും, മാനുഷിക ദേഹം കിട്ടുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഒരാൾക്ക് കൈയില്ലെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. ബ്ലഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. ഏത് കൈയാണോ വേണ്ടത്, ഏത് ടൈപ്പിലുള്ള കൈയാണോ വേണ്ടത്, കയ്യോ കാലോ കണ്ണോ ഒക്കെ കിട്ടും. തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടിപ്പം. സ്തോത്രം. ക്ലോണിങ്ങിലൂടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ നമ്മളുമായി ചേരുന്ന അവയവങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചെയ്യുന്നത്. സ്തോത്രം. ഇതിനെ കാണുകയില്ല. സ്തോത്രം. ഇതിൻ്റെ ആരംഭം ആയിക്കഴിഞ്ഞു. ശക്തിയോടെ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുപ്പിക്കകത്ത് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കിട്ടുന്നത് പോലെ, സ്തോത്രം, അത് പാക്കറ്റിനകത്ത് വീട്ടിൽ കൊണ്ടുപോകത്തൊക്കെ വേണം. അവൻ മനുഷ്യന്റെ പ്രാണൻ വരെ വെച്ച് കൊടുക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ അടുത്തത് ഇത് നിലനിൽക്കുകയല്ല. ആമേൻ. തിരുവചനം പറഞ്ഞിരിക്കുന്നത് ഒരു തിരികല്ലെടുത്ത് ആമേൻ കടലിലേക്ക് എറിയുന്നത് പോലെ അത്ര ലാഘവത്തോടെ ഒരു ദൂതൻ അതിനെ ചുഴറ്റി എറിഞ്ഞു കളഞ്ഞു.
1 മണിക്കൂർ കൊണ്ട് ബാബിലോൺ പട്ടണമേ, ബലമേറിയ പട്ടണമേ, നിനക്ക് ന്യായവിധി വന്നുപോയല്ലോ എന്ന് അതിൽ ആശ വച്ചിരിക്കുന്ന സകല രാജാക്കന്മാരും നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സുപ്രഭാതം വരാൻ പോകുകയാണ്. അന്ന് അതിൽ ആശ വച്ചിരിക്കുന്ന സകല മനുഷ്യരും ലജ്ജിച്ചു പോകും. ഇത് ലോകത്തിന്റെ ഗതിയാണ്, ന്യായവിധിയാണ്. എന്നാൽ ദൈവത്തിന്റെ നഗരം അങ്ങനെയുള്ളതല്ല. സ്തോത്രം. പണത്തിന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, എന്നാൽ സൗജന്യമായിട്ടുള്ളതാണ്. അല്പകാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ എന്നേക്കുമുള്ളതാണ്. സ്തോത്രം. ആമേൻ. അതിൽ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയല്ല, പുതിയ ശരീരം തന്നുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മെ ദൈവം ഒരുക്കുന്നത്. ഇതൊരു വലിയ വാഗ്ദത്തമല്ലേ? ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ നാം കാണുന്നത് അവനോടുകൂടെ നാം സിംഹാസനത്തിൽ വാഴുമെന്ന് പറയുമ്പോൾ അവനോട് കൂടെ സിംഹാസനത്തിലായിരിക്കും. അതെ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ വായിച്ചു. നാം വായിക്കുകയുണ്ടായി, പുതിയ യെരുശലേം എന്ന് പറയുന്ന ഒരു വിശുദ്ധ നഗരമാണ്. ആമേൻ. ഇന്നത്തെ ആകാശം മാറിപ്പോകും, ഇന്നത്തെ ഭൂമി മാറിപ്പോകും. സ്തോത്രം. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെല്ലാം വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. തുണി ചുരുട്ടിക്കളയുന്നത് പോലെ, ആകാശത്തെ മുഴുവൻ പഴന്തുണി ചുരുട്ടിക്കളയുന്നത് പോലെ, ചുരുട്ടി മാറ്റുന്നത് പോലെ ചുരുട്ടി മാറ്റാൻ പോകുകയാണ്. അവൻ്റെ ശബ്ദം അതിനെ നീക്കിക്കളയും. പ്രൈസ്. ആകാശം ഭൂമിയും മാറിപ്പോകും. ആമേൻ. ആമേൻ. ഭക്തനെ പോലെ അതേ സ്തോത്രം ചാഞ്ചാടുകയും കീറുകയും ആമേൻ സ്തോത്രം അത് വീഴുകയും ചെയ്യുന്ന ഭക്തൻ വീഴുന്നത് പോലെ, ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ ഭൂമി വീഴുവാൻ പോകുകയാണ്. രാജ്യങ്ങൾ വീഴാൻ പോകുകയാണ്. വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ വാഗ്ദത്തം എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വ്യക്തി തൻ്റെ വീട്ടിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, ആ ഡോർ സ്റ്റെപ്പിലേക്ക് ചവിട്ടി കയറി വരുമ്പോൾ അവൻ്റെ കാൽപാദത്തിൻ്റെ ശബ്ദം കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് പോലെ യേശു കർത്താവ് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ വാതിക്കൽ നിൽക്കുന്നു. സ്തോത്രം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ കൂട്ടായ്മ ആചരിക്കും, അത്താഴം കഴിക്കും എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഈ വാഗ്ദത്തം ഇന്ന് രാത്രിയിൽ പ്രാപിക്കുവാൻ സ്തോത്രം ദൈവം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ദൈവമക്കളായ നമുക്ക് പ്രത്യാശയുണ്ട്. ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊരു ദൂത് ഇന്ന് രാത്രി പ്രസ്താവിക്കുവാൻ താല്പര്യമുണ്ട്. ഇന്നുവരെയും സമാധാനമില്ലാത്തൊരു വ്യക്തിയായി, സന്തോഷമില്ലാത്ത വ്യക്തിയായി, ആത്മീയമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളം നീറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്തോത്രം എന്തിനു വേണ്ടിയോ പരതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ഈ ലോകം നശ്വരമാണ്. ഇതിൽ സ്തോത്രം ആമേൻ അത് ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ഇതിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഈ ഭൂമി നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ അവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് വിളിക്കുകയാണ്. യേശു വന്നത് വെറുതെ സന്തോഷം മാത്രം തന്നേച്ചു പോകാൻ വേണ്ടിയല്ല, കുറെ പേരെ കൂട്ടിയിരുത്തി ആരാധിപ്പിച്ചു പോകാൻ വേണ്ടിയല്ല. ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. ഇതാ ഒരു വലിയ നഗരം അവന്റെ മുമ്പിലുണ്ട്. ഇന്ന് രാത്രി നീ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷേ നിന്റെ പ്രാണൻ ഇന്ന് രാത്രി വിട്ടുപോയാൽ മടങ്ങി വരാതൊരു യാത്രയായിരിക്കും. നിത്യതയിൽ നിങ്ങൾ എവിടെയായിരിക്കും? ഇന്ന് രാത്രി ചിന്തിക്കൂ. സ്തോത്രം. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ യേശു കർത്താവ് തന്റെ വാഗ്ദത്തം പോലെ മടങ്ങി വന്നാൽ അതേ സെക്കൻഡിൽ ഇവിടെ ചില സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ഇരിക്കുന്ന ദൈവസഭയുണ്ടല്ലോ, ട്രാൻസ്ഫോം ചെയ്ത് രൂപാന്തരപ്പെട്ട് യേശുവിനോട് കൂടെ ഇവിടുന്ന് മാറ്റപ്പെടും. അതോടുകൂടി കഷ്ടകാലം ആരംഭിക്കും. തിരുവചനം പറഞ്ഞിരിക്കുന്നത് അതേ സ്തോത്രം, അതെ യാക്കോബിന്റെ കഷ്ടകാലം എന്നതിന് പേരുണ്ട്, മഹോപദ്രവകാലം അതിന് പേരുണ്ട്, ആന്റി ക്രിസ്തുവിന്റെ കാലം എന്നതിന് പേരുണ്ട്, വരാനിരിക്കുന്ന പ്രഭുവിന്റെ കാലഘട്ടം എന്നതിന് പേരുണ്ട്. അയ്യോ, ദൈവത്തിന്റെ കോപം മനുഷ്യനെ മേൽ ഇറങ്ങി വരുന്ന ഒരു വലിയ അതേ ദിവസങ്ങളും ദിനങ്ങളുമായിരിക്കും 7 വർഷക്കാലമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ നിലവാരം എന്താണ്? സ്തോത്രം. ആമേൻ. ആത്മീയതയെ പുറമേ കാണിച്ചുകൊണ്ട്, ഒരു പുറം പൂച്ച് മാത്രം കാണിച്ചുകൊണ്ട്, ഒരു കവറിഞ്ഞ് മാത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവാത്മാവിൽ ഇടപെടുന്നു. ഇന്ന് രാത്രി നിർത്തിവെക്ക്. യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിലേക്ക് കടന്നു വരിക. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം കെട്ടുകഥയല്ല, മിഥ്യയല്ല. ഇതാർക്കും എടുത്ത് കൈയാളുവാനുള്ളതല്ല. ഇതൊരു വലിയ വിടുതലിന്റെ പുസ്തകമാണ്, മാനസാന്തരത്തിന്റെ പുസ്തകമാണ്, നിനക്ക് വേണ്ടി ഒരു പുതിയ ജീവന്റെ പുസ്തകമാണ്. മടങ്ങി വാ. കർത്താവ് തങ്ങളെ ക്ഷണിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട്, ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, ഒരു കണ്ണുനീരോടെ, ഒരു കരച്ചിലോടെ, എൻ്റെ കർത്താവേ സ്തോത്രം, ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഞാൻ അറിയേണ്ടതുപോലെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സ്തോത്രം യഥാർത്ഥ പോയിന്റിലേക്ക് മടങ്ങി വരുവാൻ ദൈവം താങ്കളെ ക്ഷണിക്കുകയാണ്.
സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയല്ല, ഒരു പുറംപൂച്ച് കാണിക്കുകയല്ല. സ്തോത്രം. ആരാധനയും അന്യഭാഷയും ഒക്കെ വെറുതെ പറയുന്നതല്ല, ഇത് അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരു പുതിയ നഗരത്തിന് വേണ്ടി അവനെ ഒരുക്കുന്നതാണ്. ഇതൊരു വാഗ്ദത്തമാ സഹോദര സഹോദരി, ഇതിന് പ്രാപിക്കുവാൻ കൂടെ ഒരുങ്ങുക. ദൈവം നമ്മെ എല്ലാവരെയും അതിനുള്ളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സോദരം 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 ഓരി ബാബാല വൈഡാബാല ദൂരാബാല വൈഡാബായ ദൂരാബാല സത്തലേ വീരലേ വൈഡലേ രീവലേ ഹൗഡലേ ജീവലേ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. അതിനിടയിൽ ക്രൈസ്തവ മതവുമുണ്ട്. ക്രൈസ്തവ മതങ്ങളെ പല നിലകളിൽ സാത്താൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മതി അങ്ങനെ മതി എന്നെല്ലാം പറയുന്ന അനേക ആചാര്യന്മാരുണ്ട്. സ്തോത്രം. ഇതെല്ലാം വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആത്മീയ നേതാക്കന്മാരുണ്ട്. അവരുടെ ഇടയിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ ഗോളത്തിൻ്റെ ഇടയിൽ ഒരു കൂട്ടം ജീവനുള്ളവരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അധികം താമസിയാതെ ഒരുപക്ഷെ ഇന്ന് രാത്രിയാകാം. ആരറിയുന്നു, കർത്താവിൻ്റെ ദിവസത്തിങ്കൽ അവൻ മടങ്ങി വരും. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർ എടുക്കപ്പെടും. എന്തിനു വേണ്ടി? ഒരു വലിയ വാഗ്ദത്തം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദത്തിന് വേണ്ടി ഒരുങ്ങുമോ? കർത്താവേ, എന്നെ സഹായിക്കണമേ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിത്തീരല്ലേ? ഞാൻ പ്രസംഗിച്ചതും പാടിയതും വെറുതെ ആയിത്തീരല്ലേ? പൗലോസിന് ആ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ക്രിസ്തുവേശുവിൽ പ്രിയം വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിൽ